ഇവിടെ വളരെ വലിയൊരു പാർട്ടിയുണ്ട്, കോൺഗ്രസ് പാർട്ടി അതിൻ്റെ അച്ചുതണ്ടായി നിൽക്കുകയാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നില്ല. ശ്രീ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമോ അതോ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പേരാണോ പറയുന്നത്? വ്യക്തമായ നിർവചനമില്ലാതെ, വ്യക്തമായ നേതൃത്വമില്ലാതെ ആരാവും മുന്നണി നയിക്കുന്നത് എന്ന് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോൾ പറയാൻ കഴിയാത്ത ഇന്ത്യ മുന്നണി, മറുവശത്തെ വളരെ സുസംഘടിതമായി നേതാവിനെ ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന NDA മുന്നണി, നരേന്ദ്രമോദി എന്ന നേതാവിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത് അങ്ങനെ ആകാമോ എന്ന് ചോദിച്ചാൽ തന്ത്രപരമായി സാങ്കേതികമായ അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വെസ്റ്റ്മിനിസ്റ്റർ മോഡൽ പാർലമെൻറ്റ് ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പാർലമെൻറ്റ് അംഗങ്ങളാണ്, പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലത്തിലെ അംഗങ്ങളാണ് പ്രധാനമന്ത്രിയെ തങ്ങളുടെ നേതാവായി തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ മുൻകൂട്ടി തന്നെ വ്യക്തമായി സംവിധായകരോട് ഞങ്ങളുടെ അജണ്ട ഇതാണ്, ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ ഇതെല്ലാമാണ്, ഞങ്ങളുടെ മാനിഫെസ്റ്റോ ഇതെല്ലാമാണ്, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു, ഞങ്ങൾ കെട്ടുറപ്പുണ്ട്, ഇതാ ഞങ്ങൾ ഒരാളെ നേതാവായി കാണിക്കുന്നു എന്ന് പറയാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയുന്നില്ല, ഇപ്പോഴും കഴിയുന്നില്ല. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ മുഖ്യ സൂത്രധാരൻ മറുകണ്ഠം ചാടി അവിടുത്തെ ഒരുപക്ഷെ NDAയുടെ കൺവീനർ സ്ഥാനത്തേക്ക് വരും എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ എന്ത് കൊഹീഷനാണ്? ശ്രീ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര ബംഗാളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് മമതാ ബാനർജി ആ യാത്രയിൽ ചേർന്നില്ല എങ്കിൽ എന്ത് കൊഹീഷനാണ് ഇവിടെ ഉണ്ടാകുക? ഉത്തർപ്രദേശിലേക്ക് കടക്കുമ്പോൾ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ആ കൈകോർത്ത് നീങ്ങുന്നില്ല എങ്കിൽ എന്ത് തെരഞ്ഞെടുപ്പ് പൂർവ്വ ഒരുക്കങ്ങളാണ് നടക്കുന്നത്? ഡൽഹിയിലേക്കും പഞ്ചാബിലേക്കും ചെല്ലുമ്പോൾ അരവിന്ദ് കെജ്രിവാളും ഭഗവത് സിംഗ് മാനും കൈകോർക്കുന്നില്ല എങ്കിൽ അവിടെ എന്ത് യോജിച്ച പ്രവർത്തനമാണ് കാണുന്നത്? അതുകൊണ്ടാണ് പറയുന്നത് ആഭ്യന്തര വൈരുദ്ധ്യത്താൽ ഈ മുന്നണിയുടെ തകർച്ച തുടങ്ങി എന്ന നിരീക്ഷണം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഓർക്കുക, 37% വോട്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ NDA മുന്നണിക്കുള്ളത്, ഭരണ മുന്നണിക്കുള്ളത്. അപ്പോൾ സാങ്കേതിക അർത്ഥത്തിൽ പറഞ്ഞാൽ 63% വോട്ടുകളും NDA ഇതര വോട്ടുകളാണ്. ഈ NDA ഇതര വോട്ടുകളെ മുഴുവൻ സമാഹരിക്കാൻ തക്ക ഒരു സംവിധാനമാണോ ഇന്ത്യ മുന്നണി എന്ന് വലിയ സംശയമാണ്. അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്ന് പറയാൻ കാരണം ഇന്ത്യയിലെ പല സോഷ്യലിസ്റ്റ് പാർട്ടികളും, ഇപ്പോൾ നിതീഷ് കുമാറിൻ്റെ പാർട്ടി ഉൾപ്പെടെ സോഷ്യലിസ്റ്റുകളാണ്, പല സോഷ്യലിസ്റ്റ് പാർട്ടികളും വേറിട്ട് നിൽക്കുന്നു. പല റീജിയണൽ പാർട്ടീസും രണ്ട് മുന്നണിയിലും ഇല്ലാതെ നിൽക്കുന്നു. ഉദാഹരണത്തിന് ആന്ധ്രാപ്രദേശിലെ ജഗൻമോഹൻ റെഡ്ഡിയുടെ കോൺഗ്രസ് പാർട്ടി, അത് YSR കോൺഗ്രസ് പാർട്ടി, അതുപോലെ ഒറീസയിലെ ബിജു ജനതാദൾ എന്ന പാർട്ടി, നവീൻ പട്നായിക്കിൻ്റെ പാർട്ടി, അതുപോലെ തെലങ്കാനയിലെ പാർട്ടി. അപ്പോൾ ഇതെല്ലാം ഈ റീജിയണൽ പാർട്ടികളെല്ലാം രണ്ട് മുന്നണിയുടെയും ഭാഗമല്ലാതെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വ്യക്തമായ ഒരു നേരിട്ടുള്ള മത്സരം എന്ന പ്രതീതി പോലും ജനിപ്പിക്കാൻ ഇന്ത്യ മുന്നണി കഴിയുന്നില്ല. BJP വേഴ്സസ് ദ റെസ്റ്റ് എന്ന രീതിയിലേക്ക് പോലും ഒരു നറേറ്റീവിനെ കൊണ്ടുവരാൻ ഇതുവരെ ഇന്ത്യ മുന്നണി കഴിഞ്ഞിട്ടില്ല. ഒരു പ്രതീതി ജനിച്ചു. കാരണം കൂടുതൽ പാർട്ടികൾ ഒരുപക്ഷെ ആന്ധ്രയിലെയും ഒറീസയിലെയും ഒക്കെ പാർട്ടികൾ വരുമെന്ന പ്രതീതി ജനിച്ചുവെങ്കിലും ഇപ്പോൾ ഓരോരോ പാർട്ടികളായി ആ മുന്നണി വിട്ടുപോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രോഹിണി. അതെ.